അമ്മേ, അച്ഛൻ എന്തേ വരാത്തെ? എത്ര നേരായി കാത്തിരിക്കുന്ന്. വരുമ്പോ എനിക്ക് കളർ ബുക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എത്ര നേരായി. വരുമായിരിക്കൂടാ, ഏതേലും തിരക്കില് പെട്ടിട്ടുണ്ടാവും. എന്നാലും എന്താ വരാത്തെ? നിങ്ങൾ ഇങ്ങനെ വെട്ടാളപ്പെടണ്ട, അവൻ ഇങ്ങ് എത്തിക്കോളും. അല്ലേലും അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ വഴുതിറ്റി പോവാൻ. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയത്താണോ? അതാണ് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താൻ. ചുരമല സ്കൂളിന്റെ അവിടെ മേലേന്ന് മറിഞ്ഞു വീണ് പോന്നതാ. ഞങ്ങളെ ജീവനും കൊണ്ട് ഓടുക, എങ്ങനെയും എങ്ങോട്ടേലും രക്ഷപ്പെടാൻ. നിന്നെ കല്ലെറിഞ്ഞ് ഓടിച്ചതൊക്കെ നീ ക്ഷമിക്കണം. നീ ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഇതിലും വലിയൊരു ദുരിതം ഞങ്ങൾക്ക് ഇനി വരാനില്ല. അച്ഛാ, എഴുന്നേക്ക്. മോക്കൊന്നും പറ്റിയില്ല. അമ്മേ, അച്ഛനെന്താ വിളിച്ചിട്ട് എഴുന്നേക്കാത്ത? തനിയേ
മഞ്ഞേറും വിണ്ണോരം മഴമായും പോലെ കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം ഒന്നോണം ചേരും കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം ഒരു മാറിവിൽ ചിറകേറണം ആശതൻ തേരിൽ പറന്നു വാനിൽ നീ ഉയരണം. എന്റെ നേരെ നീണ്ട ആ കൈകൾ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ അല്ല, ഇടതന്റെയോ വലതന്റെയോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടേതുമല്ല, മറിച്ച് മനുഷ്യന് നേരെ നീട്ടുന്ന കൈകളായിരുന്നു. ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുമ്പോൾ ആ കൈ കറുത്താണോ വെളുത്താണോ എന്ന് ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ആ കൈകൾക്ക് സ്വന്തം കുടുംബം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. നന്ദി പറയാൻ ഇനിയുണ്ട്. അതിർത്തികൾ കടന്നെത്തിയ സഹായങ്ങൾക്ക്, 5 സ്ക്രീനുകളെ കൺട്രോൾ റൂമുകളാക്കി പുതിയ തലമുറയ്ക്ക്, കുഞ്ഞു കുടുക്കൾ പോലും ഞങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചു കൊള്ളുന്നവർക്ക്, കേരളത്തിന് സ്വന്തം നാവികസേനയായ മത്സ്യത്തൊഴിലാളികൾക്ക്, മുണ്ടുമടക്കി കുത്തി മണ്ണിലിറങ്ങി മാതൃകയായ ഞങ്ങളുടെ താരങ്ങൾക്ക്, ഒപ്പം നെഞ്ചുവരിച്ചിരുന്ന ജില്ലാ സംസ്ഥാന ഭരണാധികാരികൾക്ക്, പോലീസിന്, പട്ടാളത്തിന്, ഫയർഫോഴ്സിന്, KSEBക്ക്, മീഡിയയ്ക്ക്, പിന്നെ ഒറ്റക്കെട്ടായി ദുരിതത്തെ നേരിട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നന്ദിയുണ്ട്. തകർന്നു പോയിടത്ത്